ഹേ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 6 to 7 months ആയിട്ടാവും ഞാൻ ഈ ഒരു വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്നത് റയറായിരുന്നു. ഒരു ഇൻഡക്ഷൻ കുക്കർ ഞാൻ അവിടെ വന്ന സമയത്ത് വാങ്ങിയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ 3 times ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര റയറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു 2 to 3 ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാൻ ഫുഡ് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അത് 3 നേരത്തെ ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കുക്ക് ചെയ്യും. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിന്നറിനുള്ള ഫുഡ് എന്താണെന്ന് നോക്കിയാലോ. ആക്ച്വലി ഇവിടെ ഇപ്പോൾ കിച്ചൺ കുറച്ച് അലമ്പായിട്ട് കിടക്കുന്നത്, അത് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ അവിടെ വരുത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് പ്ലേറ്റ് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. സോ നമുക്ക് ആദ്യം ക്ലീനിങ്ങിൽ നിന്ന് തുടങ്ങാം, ദെൻ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഇത് മോർണിംഗ് നമുക്ക് ടൈം ഉണ്ടാവാറില്ല, കാരണം ലേറ്റായിട്ട് നിൽക്കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി വരുമ്പോഴത്തേനും കുറച്ച് ടൈം കിട്ടാത്ത അവസ്ഥയിൽ ഇന്നുണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ പാത്രം കഴുകിയേക്കാൻ പറ്റാതിരുന്നത്. സോ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് പാത്രത്തിൻ്റെ. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് വിത്ത് മെക്രോണി ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയുള്ള ഐറ്റംസും അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഇതാണ്. കാരണം ഇൻഡക്ഷൻ കുക്കർ ആകെ ഇൻഡക്ഷൻ കുക്കറും പിന്നെ 2-3 പാത്രം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഫുഡിൽ ഒതുക്കി ചെയ്തിട്ടാണ്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് മെക്രോണി വേവിക്കാം. ഇവിടെ ആക്ച്വലി കിണറില്ല സത്യം പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നല്ല പണി കിണറില്ലാത്തതുകൊണ്ട്. നമ്മൾ ഇതുപോലത്തെ ബോട്ടിൽസ്, ടിന്നുകളുണ്ടല്ലോ, ടിന്നല്ല, 20 ലിറ്ററിൻ്റെ ക്യാന, ഐ വിൽ ഷോ യു ദിസ് വൺ. ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങുക ചെയ്യാം. എന്നിട്ടൊരു 4 മേടിച്ച് കഴിഞ്ഞൊരു മാസത്തേക്കുള്ളതായിട്ടാണ് വേറെ കാര്യം. പക്ഷെ സ്റ്റിൽ കുടിവെള്ളത്തിന് കാശെടുക്കേണ്ട അവസ്ഥ ആലോചിക്കുമ്പോൾ സ്വന്തം വീട് മിസ് ചെയ്യുന്നു. പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ വീട് വിട്ട് മാറിയിരിക്കുന്ന എല്ലാവരെയും അവസ്ഥയൊക്കെ തന്നെ. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഫ്ലോക്ക് ജീവിച്ചു പോകുന്നു. സോ നമുക്ക് ആദ്യം സവാള കുറച്ച് അരിഞ്ഞ് വെക്കാം. സോ അതിന് മുന്നേ മെക്രോണി ഇടാണ്ട് മറന്നുപോയി. ശരി, സോ മെക്രോണി ഞാൻ ഒരു 1/2 kg, ഐ തിങ്ക് സോ 1/2 kg വാങ്ങിയതാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഞാൻ ഈ മെക്രോണി ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ ഉള്ളൂ, അതുകൊണ്ട് തോന്നിയ വരെ എടുക്കാൻ പറ്റില്ല. ഞാനപ്പോൾ നമ്മുടെ ഒരു സാധനമുണ്ട്, ഈ ഒരു സാധനം ഉപയോഗിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനോട് വയ്ക്കും. ഇത് നമ്മുടെ ഗ്രാം തൂക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനോട് വയ്ക്കും, എന്നിട്ട് ഓണാക്കും. ദെൻ നമ്മൾ എടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, 50 gram മെക്രോണി നമ്മൾ എടുക്കാറ്. ഓൾമോസ്റ്റ് 50 gram ആയി. ആദ്യം മെക്രോണി ഇങ്ങനത്തെ പാത്രത്തിൽ ഇട്ടുകൊണ്ട് ക്ലീൻ ആക്കും. വെള്ളം നിറച്ച് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ എടുക്കുക, മെക്രോണിയിൽ ഒഴിക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അടിഭാഗം. സോ ഇനി കുറച്ച് സ്വല്പം ഉപ്പ് ഇടണം കേട്ടോ. എൻ്റെ ഈ ഒരു പാത്രത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഇത് ആക്ച്വലി എൻ്റെ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പാറ്റാപ്പല്ലി എനിക്ക് പറ്റുന്ന ഇഷ്ടമല്ല. ഞാൻ ഈ വീഡിയോ അല്ല, ഞാൻ വേറൊരു വീഡിയോ ഇട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ പാറ്റയും പല്ലിയും വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഫുഡ് ഐറ്റംസും അതുപോലത്തെ ഓപ്പൺ ആക്കിയ ഐറ്റംസ് ഒക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവറ്റോടെ ശല്യം കുറയും അതിലേക്ക് പോകുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ശല്യം കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. സോ ഇനി പച്ചക്കറി ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക്. ഇത് ഇനി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവോള, അതുപോലെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ്, ലേശം ഇഞ്ചി, ഈ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. പിന്നെ ഞാൻ ആദ്യം ചെറിയ സവോള എടുക്കുക. ബിക്കോസ് ചെറിയ സവോള എടുക്കാൻ റീസൺ ഉണ്ട്, കാരണം നമ്മൾ ഒറ്റയ്ക്കാൻ നിൽക്കുന്നുള്ളൂ, ഫ്രിഡ്ജില്ല. അതുകൊണ്ട് തന്നെ സവോള മുറിച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ സവോള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സവോള മതി ഫുൾ നമ്മുടെ ഒരു നേരത്തെ ഫുഡിന്. അടിപൊളിയാണ്. അതുപോലെ ഇനി തക്കാളി എടുക്കാം. തക്കാളിക്ക് നമ്മളെപ്പോഴും ഞാൻ ചെറുതന്നെ ഇട്ട് മേടിക്കാം. ഇതും ആക്ച്വലി ഇതേ കോൺസെപ്റ്റിൽ തന്നെ മേടിക്കുന്നത്, ചെറുത്. അതുപോലെ ക്ലീൻ ആക്കാനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ബാക്കി വരാതിരിക്കാനുള്ള ഓപ്ഷനിൽ. മുളക് ആക്ച്വലി വലുതാണുള്ളത്, ഇതിൻ്റെ പകുതി പീസ് എടുത്താൽ മതി. ഈ മുളകിനൊരു പ്രശ്നമുണ്ട്, ഇത് അരിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കൈ മൊത്തം ചുട്ടു കയറും. 2 ദിവസം അനുഭവിച്ചാൽ ഞാൻ. പിന്നെ എൻ്റെതായ ദൈവമായി കൊണ്ട് ഞാൻ എല്ലാം കൂളിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് കാറ്. നല്ല സമയം പണിയാവും. ഇഞ്ചി വേണ്ട തൽക്കാലം. വെളുത്തുള്ളിയും ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുക്കാം. സി ഗൈസ്, ഫൈനലി നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ അരിയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇത് കട്ടിംഗ് ബോർഡില്ല. കട്ടിംഗ് ബോർഡ് ഞാൻ വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ
ആ ഒരു വാൽപാത്രത്തിലല്ല അരിഞ്ഞത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ അരിഞ്ഞ വെച്ച ഐറ്റംസൊക്കെ ഒരു സാധനത്തിലേക്ക് മാറ്റും. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാം. ഇവിടെ കുറച്ച് വേസ്റ്റ് എടുക്കുന്നുണ്ട്, നമ്മുടെ സവോളൻ്റെ വേസ്റ്റ്, കുറച്ച് പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട്. അത് പിന്നെ നോർമലി നമ്മുടെ ഐറ്റംസ് ആണ്, മറ്റേ സോസും അതും ഇതൊക്കെ. ഇവിടെ മറ്റു പാത്രം, ഇത് നമ്മുടെ മിക്സി, ആൻഡ് ഇവിടെ ഒരു എഗ് ബോയിലർ ഉണ്ട്, പിൻ ബട്ടർ. അതാണ് നമ്മുടെ ടോട്ടൽ കിച്ചൻ്റെ ഒരു സ്പേസ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം തിരിച്ച് വെള്ളം, അയ്യോ വെള്ളം കൂടി, വെളിച്ചെണ്ണ കൂടി. ഇത്ര വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കാറില്ല, പക്ഷെ വീഡിയോ ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊരു പൊട്ടിത്തെറി വെക്കാം, ഞാൻ മാറിക്കട്ടെ. ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം വേപ്പിൻ്റെ ഒന്നും ഇടുന്നില്ല, കാരണം വേപ്പിൻ്റെ ഇനി പുറത്ത് പോയി എടുക്കണം, അത് കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ വേപ്പിൻ്റെ ഇടുന്നില്ല. പകരം ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഐ തിങ്ക് ഒരു മൂത്ത മണം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ സാധനം എടുക്കില്ല. വെളുത്തുള്ളി, എനിക്ക് ഓർഡർ ഒന്നും അറിയില്ല, പക്ഷെ അങ്ങനെ ഇടുന്നേ. വെളുത്തുള്ളി, സവാള, പച്ചമുളക്, പിന്നെ ഞാൻ സ്വതവേ ഫ്യൂഷൻ ഡിഷിൻ്റെ ആളാട്ടോ, കാരണം എനിക്കിങ്ങനെ മിക്സ്ഡ് ആക്കി ഓരോന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് തക്കാളി ഇടാം. ഇനി കുറച്ച് ചിക്കൻ മസാല, ഇത് മതിയോ? ദെൻ കുറച്ച് ഗരം മസാല, ഇത് വീണ അറിയണല്ലോ, ആകെ 15 ഗ്രാം കൊണ്ട് അവിടെയൊക്കെ പോയി. ഇത് മതിയോ? ഓവറായാലും പ്രശ്നം. ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി കുറച്ച് ഗാർലിക് പേസ്റ്റ് വെച്ചിട്ടിടാം. ദെൻ സോസ് ലാസ്റ്റ് ഒഴിക്കാം. കുറച്ച് ചില്ലി സോസ് എടുക്കാം. സോയാ സോസ് ഉണ്ട്, എനിക്ക് താല്പര്യമില്ല ഇടാൻ, എന്താ അറിയില്ല, മൈൻഡ് അങ്ങോട്ട് വരുന്നില്ല ഇടാൻ. കുറച്ച് മുളക് പൊടി, ഓൾസോ നമ്മുടെ മെയിൻ ഐറ്റം കുറച്ച് മഞ്ഞൾപ്പൊടി. ഓൾറെഡി ഇപ്പോൾ കൈ ചുട്ടുകാണാൻ തുടങ്ങിയാണ് ആ മുളക് അരിഞ്ഞിട്ട്. ഞാൻ ഈ സൈഡിലേക്ക് വെക്കാൻ കാരണം പറഞ്ഞില്ല, ഈ സൈഡിലാണ് കൂടുതൽ ചൂട് വരുന്നത്, കാരണം ഈ ഒരു ഇതിൻ്റെ കോയിൽ കൂടുതൽ ഹീറ്റാണത് ഇവിടെ വന്നത്. ഇതാണ് നമുക്ക് എൻ്റെ എഗ്ഗ് എടുക്കാം കേട്ടോ. എഗ്ഗ് നന്നായി കഴുകും വേണം, കോഴിക്കാട്ടും ഉണ്ടാവും പാണ്ടാരം. എഗ്ഗ് കഴുകി തൽക്കാലം ഇങ്ങനെ വയ്ക്കാം, പെട്ടെന്ന് കോഴിമുട്ട വേവാൻ. നന്നായി കോഴിമുട്ട ചിക്കി പൊരിക്കുക, അല്ലെങ്കിൽ കുത്തി പൊരിക്കാനൊക്കെ പറയും. പതിയെ പതിയെ നമുക്ക് ഈ മസാല മിക്സ് ആക്കാം. സോ ഈ മസാല മിക്സ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ഡ്രൈ ആവും. ഇപ്പം തന്നെ ഓൾറെഡി ഒരു പരുവത്തിലായിന്. ഈ സമയം നമുക്ക് നമ്മുടെ ഐറ്റംസ് ഇടാം. ഓക്കെ, നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ. ദെൻ ഇളക്കി കൊടുക്കാം. ഷിറ്റ് തെറിച്ച് പോയി. ഇനി കുറച്ച് സോസ് വയ്ക്കാം. സോസ് വയ്പ്പ് ഇത്തിരി കൂടുന്നുണ്ട്, എനിക്ക് എന്താ അറിയില്ല, നല്ല അസുഖം പിടിക്കാൻ പേടിയുണ്ട്. തൽക്കാലം കുറച്ച് സോസ് ഇടണം കേട്ടോ. ഒരു കാര്യം പറഞ്ഞു, ഉപ്പ് ഇടാം, കുറച്ചും കൂടി പാവാം. ഇതരിയും കൂടി ഗൈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ഗൈസ് നമ്മുടെ ഫുഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ കുക്ക് ചെയ്ത ഫുഡിൻ്റെ. ആൻഡ് ഇത് എപ്പോഴത്തെ ഫുഡല്ല കേട്ടോ, ഇത് ഇടയ്ക്ക് ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ കഴിക്കുള്ളത്, കാരണം എന്ന് കഴിച്ചാൽ ശരിയാവില്ല. ആൻഡ് ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത് മാവാണ്, അതാവും മാവ്. ആൻഡ് ഓൾസോ എഗ്ഗാണ് അതിലത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ നമ്മൾ മോർണിംഗ് കഴിക്കുന്ന വേറെ സാധനം വെച്ചെങ്കിൽ മിൽക്ക് മേടിക്കും. സോ മിൽക്ക് പ്ലസ് ഓട്സ്, അതുപോലെ മ്യൂസ്ലി, ഇതൊക്കെ മിക്സ് ആക്കിയുള്ളൊരു മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാറ്. സോ അതിൻ്റെ വീഡിയോസ് നമ്മളിനി ഇടുന്നതായിരിക്കും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബിക്കോസ് ഇനിയും ഇതുപോലത്തെ ജേണീസ് കാണാം. സോ ബൈ.